ഗുഡ് ഈവനിംഗ്. സ്പെഷ്യൽ എഡിഷൻ തുടങ്ങുന്നു. സുന്നി സായുധ മുന്നേറ്റത്തിൽ ഇറാഖ് പിളരുമോ? ഇറാഖിലെ ആഭ്യന്തര കലാപം പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തെ എങ്ങനെ മാറ്റിമറിക്കും? പ്രധാന വാർത്തകൾ. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ കടുത്ത നടപടികൾ വേണ്ടിവരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യം രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിൽ. UPA സർക്കാർ ഖജനാവ് കാലിയാക്കിയെന്നും പ്രധാനമന്ത്രി. CPIM കേരള ഘടകത്തിൽ ഔദ്യോഗിക നേതൃത്വത്തിനെതിരെ പുതിയ ചേരി രൂപപ്പെടുന്നതായി സൂചന. നേതൃതലത്തിലും തിരുത്തൽ വേണമെന്ന വാദം സജീവമാകുന്നു. നേതാക്കളുടെ പ്രവർത്തന രീതി മാറണമെന്നും ആവശ്യം. പാർട്ടിക്കെതിരായ ആക്രമണത്തിന് മാധ്യമങ്ങൾ തന്നെ കരുവാക്കുന്നുവെന്ന് MA ബേബി. ബേബിയുടെ രാജി പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്ന് CPM കൊല്ലം ജില്ലാ കമ്മിറ്റി. വാഹനങ്ങളുടെ പിൻസീറ്റിൽ ബെൽറ്റ് ഏർപ്പെടുത്തിയത് പിൻവലിക്കാനുള്ള തീരുമാനത്തോട് ഋഷിരാജ് സിംഗിന് വിയോജിപ്പ്. ട്രാൻസ്പോർട്ട് കമ്മീഷണർ സ്ഥാനം ഒഴിയുമെന്ന് സൂചന. അവധി നീട്ടാൻ അപേക്ഷ നൽകി. ഋഷിരാജ് സിംഗ് ജോലിയിൽ തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഉമ്മൻചാണ്ടി. ഇറാഖ് ആഭ്യന്തര യുദ്ധത്തിലേക്ക്. സുന്നി വിമതർക്കെതിരെ ആയുധമെടുക്കാൻ ഷിയ നേതാവ് അലി അൽ സിസ്താനിയുടെ ആഹ്വാനം. പ്രശ്നത്തിൽ അമേരിക്കയ്ക്കൊപ്പം നിൽക്കുമെന്ന് ഇറാൻ. ഇറാഖിൽ ഇടപെടാനുള്ള തീരുമാനം വൈകുമെന്ന് അമേരിക്ക. ലോകകപ്പിൽ ഇന്ന് 4 മത്സരങ്ങൾ. മരണ ഗ്രൂപ്പിൽ ഇറ്റലി ഇംഗ്ലണ്ട് പോരാട്ടം പുലർച്ചെ 3:30. ഗ്രീസ് കൊളംബിയയും ഐവറി കോസ്റ്റ് ജപ്പാനെയും നേരിടും. സുന്നി സായുധ സംഘം ISIL-ന്റെ ആക്രമണം ശക്തമായ ഇറാഖിന് പിന്തുണയുമായി അമേരിക്കയ്ക്ക് പിന്നാലെ ഇറാനും രംഗത്തെത്തി. ഇറാഖ് വിഷയത്തിൽ അമേരിക്കയ്ക്കൊപ്പം നിൽക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കി. എന്നാൽ നേരത്തെ ഇറാഖിന് എല്ലാവിധ സഹായങ്ങളും വാഗ്ദാനം ചെയ്ത അമേരിക്ക ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുന്നത് വൈകും എന്നാണ് ഇപ്പോൾ പറയുന്നത്. ദിവസങ്ങളായി തുടരുന്ന ഉഗ്രപോരാട്ടത്തിലൂടെ ഇറാഖിലെ തന്ത്രപ്രധാന നഗരങ്ങൾ സുന്നി സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാൻ ആൻഡ് ലെവന്റ് കീഴടക്കിയിരിക്കുകയാണ്. പ്രധാന പട്ടണങ്ങളായ മൂസിൽ, തിക്രിത്, ജലൂല, സായ്ദിയ തുടങ്ങിയ പട്ടണങ്ങൾ പിടിച്ചെടുത്ത ISIL തലസ്ഥാന നഗരിയായ ബാഗ്ദാദിനടുത്തെത്തിയിരിക്കുന്നു. രാജ്യത്തിന്റെ 2/3 ഭാഗത്തും നൂരി അൽ മാലിക്കി സർക്കാരിന് നിയന്ത്രണം നഷ്ടപ്പെട്ടു. തലസ്ഥാന നഗരിയുടെ 100 കിലോമീറ്റർ ഉള്ളിലേക്ക് ISIL കടന്നതോടെ നൂരി അൽ മാലിക്കി അമേരിക്കയുടെ സഹായം അഭ്യർത്ഥിച്ചിരുന്നു. ഇതിനോട് അമേരിക്ക അനുകൂലമായി പ്രതികരിച്ചതോടെ ഇറാഖിലേക്ക് ഒരിക്കൽ കൂടി അമേരിക്കൻ സൈന്യമെത്താനുള്ള സാധ്യത തെളിഞ്ഞിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ 2011-ൽ ഇറാഖിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യം അവസാനിച്ചതിന് ശേഷമുള്ള ആദ്യ US സൈനിക ഇടപെടലായിരിക്കും ഇത്. ഇറാഖിനെ സഹായിക്കാൻ അമേരിക്കൻ വിമാനവാഹിനി കപ്പലായ ജോർജ് W. ബുഷ് ഗൾഫ് മേഖലയിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. അമേരിക്കയ്ക്ക് തൊട്ടുപിന്നാലെ ഇറാനും ഇറാഖിന് പിന്തുണയുമായി രംഗത്തെത്തി. ഇറാഖിന് ആയുധശേഖരം വാഗ്ദാനം ചെയ്ത ഇറാൻ പക്ഷേ സൈന്യത്തെ അയക്കില്ലെന്നും അറിയിച്ചിട്ടുണ്ട്. ഇറാഖ് ഭരണകൂടത്തിനായി US-നൊപ്പം നിൽക്കാൻ തയ്യാറാണെന്നും ഇറാൻ വ്യക്തമാക്കി. കഴിഞ്ഞ വർഷം ഇറാൻ പ്രസിഡന്റായി ഹസൻ റുഹാനി സ്ഥാനമേറ്റെടുത്തതിനു ശേഷമാണ് ഇറാൻ അമേരിക്ക ബന്ധം മെച്ചപ്പെട്ടു തുടങ്ങിയത്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ഈ വിഷയം ചർച്ച ചെയ്യാൻ ഇന്ന് സ്പെഷ്യൽ എഡിഷൻ സ്റ്റുഡിയോയിലുള്ളത് TP ശ്രീനിവാസൻ, നയതന്ത്ര വിദഗ്ധൻ, ചരിത്രാധ്യാപകൻ പ്രൊഫസർ PJ വിൻസെന്റ്, മാധ്യമപ്രവർത്തകൻ ശ്രീ കാസിം ഇരിക്കൂർ, ഒപ്പം തന്നെ ഇറാഖിലെ ബസ്രയിൽ നിന്ന് ബ്ലോഗർ ശ്രീ രാജീവ് ചേലനാട്ട് എന്നിവരാണ്. ആദ്യം ഇറാഖിലെ ബസ്രയിലുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ശ്രീ രാജീവ് ചേലനാട്ട്, താങ്കൾ ആദ്യം ഇറാഖിലെ ഇപ്പോഴത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ എത്രമാത്രം രൂക്ഷമാണെന്നും അതൊരു ആഭ്യന്തര കലാപത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞോ എന്നുമുള്ള വിവരങ്ങളാണ് തരേണ്ടത്. എന്താണ് ഇറാഖിൽ ഇപ്പോൾ സംഭവിക്കുന്നത്? രാജീവ് ചേലനാട്ട്, അദ്ദേഹം ഇറാഖിലെ ബസ്രയിൽ നിന്ന് സ്കൈപ്പ് വഴിയാണ് നമ്മളോട് സംവദിക്കാൻ എത്തിയിട്ടുള്ളത്. എനിക്ക് സംശയമുണ്ട് അദ്ദേഹത്തിന് എന്നെ മതിയായ രീതിയിൽ കേൾക്കാൻ സാധിക്കുന്നില്ലേ എന്ന കാര്യത്തിൽ. ശ്രീ രാജീവ് ചേലനാട്ട്, താങ്കൾ ആദ്യം പറയൂ, താങ്കൾക്ക് എന്നെ കേൾക്കാമോ? റൈറ്റ്, ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. തീർച്ചയായും ശ്രീ രാജീവ് ചേലനാട്ട്, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ PJ വിൻസെന്റ്, ന്യൂനപക്ഷമായ സുന്നികളെ കൂടി പരിഗണനയ്ക്കെടുക്കാനും അവരുടെ ക്ഷേമം വേണ്ട രീതിയിൽ നടപ്പാക്കാനും അവരെ തൃപ്തിപ്പെടുത്താനും ഷിയയുടെ പ്രതിനിധിയായ ഇറാഖിൻ്റെ പ്രധാനമന്ത്രിക്ക് സാധിക്കാതെ വന്നതല്ലേ ഇപ്പോൾ ഈ ആഭ്യന്തര കലാപത്തിന് തുടക്കമാകാൻ കാരണം? തീർച്ചയായിട്ടും ശരിയാണ്. അമേരിക്ക ഇറാഖിൽ നടത്തിയിട്ടുള്ള
അധിനിവേശത്തിന് അവരിട്ട പേര് തന്നെ ഓപ്പറേഷൻ എൻഡ്യൂറിങ് ഫ്രീഡം എന്നാണ്. പക്ഷേ ഇറാഖി ജനതയ്ക്ക് ഫ്രീഡം, സ്വാതന്ത്ര്യം കിട്ടിയില്ല. മാത്രമല്ല കുർദുകൾ, ഷിയാക്കൾ, സുന്നികൾ ഈ 3 പ്രബല വിഭാഗങ്ങളെ യോജിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന വിൽ പവറുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വത്തിന് മാത്രമേ ഇറാഖിൻ്റെ അഖണ്ഡത ഉറപ്പുവരുത്താൻ സാധിക്കുകയുള്ളൂ. ഈ 3 വിഭാഗങ്ങളെയും രാഷ്ട്ര ശരീരത്തിലേക്ക് കൂട്ടിച്ചേർക്കുന്നതിൽ അവിടുത്തെ ഭരണകൂടം പരാജയപ്പെട്ടു. അതോടൊപ്പം ഇപ്പോൾ 2013 ഏപ്രിൽ 9 ഐസിൽ, ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആൻഡ് ലെവന്ത് എന്നും പറയും, ISIL അല്ലെങ്കിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആൻഡ് സിറിയ എന്ന് പറയും. ഈ സംഘടന അവർ ഒരു സുന്നി സംഘടന എന്ന നിലയ്ക്കാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. സദാം ഹുസൈൻ്റെ കാലത്ത് ഇറാഖിൻ്റെ തന്ത്രപ്രധാനമായ മേഖലയിലെല്ലാം തന്നെ ഭരണത്തിൻ്റെയും സൈന്യത്തിൻ്റെയും മേഖല നിയന്ത്രിച്ചിരുന്ന സുന്നികൾ ഏറെക്കുറെ അധികാരത്തിന് പുറത്തായി എന്ന് പറയുന്നതായിരിക്കും ശരി. അവരെ കൂടി ഉൾക്കൊള്ളുന്ന ഒരു ഫെഡറൽ സ്റ്റേറ്റ് സംവിധാനം, ഒരു ജനാധിപത്യപരമായി അവരെ യോജിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു സംവിധാനം അവിടെ രൂപപ്പെട്ടില്ല. അതോടൊപ്പം ഒരു ടെററിസ്റ്റ് മുന്നേറ്റമായിട്ട് ഇതിനെ കാണാനും സാധിക്കില്ല. കാരണം ഇത് ഇപ്പോൾ ജെസിക്ക ലൂയിസിനെ പോലുള്ള ആളുകൾ പറയുന്നത് ഇതൊരു മിലീഷ്യയാണ്. ഈ മിലീഷ്യയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇപ്പോൾ അൽഖ്വയ്ദ നടത്തുന്നത് പോലെയുള്ള ടെററിസ്റ്റ് ഓപ്പറേഷൻ നടത്തുക എന്നുള്ളതല്ല, ബാറ്റിൽ ഫീൽഡിൽ നേരിട്ട് കരയുദ്ധത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്ന, നേരിട്ട് യുദ്ധം ചെയ്യാൻ പറ്റുന്ന ശേഷി ആർജിച്ചിട്ടുള്ള ഒരു സൈന്യമാണ്. മാത്രമല്ല ഇതൊരു ഇൻ്റർനാഷണൽ മിലീഷ്യ എന്ന നിലയ്ക്കാണ് ഇപ്പോൾ അത് പ്രവർത്തിക്കുന്നത്. ഏകദേശം 6000-ഓളം ഇറാഖി സുന്നി ഫൈറ്റേഴ്സ്, സിറിയയിൽ നിന്നുള്ള 3000-നും 5000-നും ഇടയിലുള്ള ആളുകൾ, ഏകദേശം 3000-ഓളം വിദേശികൾ അടങ്ങുന്ന ഒരു സൈന്യമാണ്. ഈ 3000 വിദേശികളിൽ ഏകദേശം 1000-ഓളം ആളുകൾ ചെച്ചൻസാണ്. ബാക്കി ഒരു 500 ആളുകളെങ്കിലും ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് വന്നതാണ്. അപ്പം മൊത്തം ചേർത്താൽ ഒരു 14,000-ഓളം ഫൈറ്റേഴ്സുള്ള ഒരു സായുധ സംഘമാണ്. ഒരേ സമയം ഇതിനു മുമ്പുള്ള തലിബാൻ പോരാളികളോ അൽഖ്വയ്ദ പോരാളികളോ പോലെയല്ല, അവർ യൂണിഫോമിലാണ്. അമേരിക്കയിലെ കോമ്പാക്ട് യൂണിഫോം ധരിച്ച് രാത്രിയിലും യുദ്ധം ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങളോടുകൂടി സർവ്വസജ്ജമായിട്ടാണ് അവർ യുദ്ധരംഗത്തുള്ളത്. അപ്പോൾ അതിനൊരു മിലീഷ്യ എന്ന് പോലും പറയാൻ പറ്റില്ല, ഒരു നേരിട്ട് ഒരു ട്രെയിൻഡ് ആർമിയുമായി യുദ്ധം ചെയ്യാൻ ശേഷിയുള്ള ഒരു സൈന്യമാണ്. അതുകൊണ്ട് ഒരു ഡീഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് വാർഫെയർ എന്ന് പറയുന്ന ഒരു രൂപത്തിൽ, അതല്ലെങ്കിൽ ഒരു പോസ്റ്റ് മോഡേൺ ടെററിസ്റ്റുകളൊന്നും ഇവരെ വിളിക്കാൻ പറ്റില്ല. വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു സംഘം അവർ അതിശക്തമായി സംഘടിച്ചിരിക്കുന്നു. മാത്രമല്ല 4 രാജ്യങ്ങളിൽ അവർക്ക് നിർണായകമായ സ്വാധീന മേഖലകളുമുണ്ട്. ഞാനൊന്ന് ഇടപെടട്ടെ ശ്രീ പി ജെ വിൻസെന്റ്. താങ്കൾ പറഞ്ഞതുപോലെ ISIL എന്ന മിലീഷ്യയ്ക്ക് ഇറാഖിലെ ലക്ഷക്കണക്കിന് വരുന്ന സൈനിക പടയെ തുരത്തി ഓടിക്കാനുള്ള കെൽപ്പ് വരുന്നത് അവരുടെ യുദ്ധതന്ത്രങ്ങൾ, അതായത് വളരെ പരിഷ്കൃതമായ നാഗരികമായ ഒളിപ്പോര് നടത്താനുള്ള അവരുടെ കഴിവ് എല്ലാം ഉള്ളപ്പോൾ തന്നെ സ്വന്തം സർക്കാരിനെയും ജനതയെയും സംരക്ഷിക്കാൻ വേണ്ടി ജീവൻ ബലികഴിക്കാൻ സന്നദ്ധമായ ഒരു സൈന്യം ഇപ്പോൾ ഇറാഖിലുണ്ടോ എന്ന സംശയവും അവശേഷിക്കുന്നില്ലേ? നൂറി അൽ മാലിക്കിയുടെ സർക്കാരിന് ആ രീതിയിൽ സ്വന്തം ജീവൻ ബലി കൊടുത്ത് സംരക്ഷിക്കേണ്ടതില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സൈന്യം മാറി നിൽക്കുന്നത് കൊണ്ടുകൂടിയല്ലേ ISILന് ഈ വിജയം നേടാൻ കഴിയുന്നത്? അത് ഏറെക്കുറെ ശരിയാണ്. കാരണം പറയൂ ശ്രീ വിൻസെന്റ് പറഞ്ഞോളൂ. അത് ശരിയാണ്. നൂറി അൽ മാലിക്കിയുടെ പരാജയം വളരെ വളരെ ശ്രദ്ധേയമാണ്. കാരണം നൂറി അൽ മാലിക്കിയുടെ ഗവൺമെൻറ്റിന് തന്നെ പ്രത്യേകിച്ച് സ്വാധീനം എന്ന് പറയുന്നത് ബാഗ്ദാദിന് ചുറ്റുവട്ടത്ത് മാത്രമാണ്. കുർദ് മേഖലയിൽ അവർക്ക് കാര്യമായ സ്വാധീനമില്ല. മറ്റിതര മേഖലകളിൽ സുന്നി സംഘങ്ങൾ, അതിപ്പോൾ ഈ സംഘടന ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. ഇതിനു മുമ്പ് തന്നെ ഇപ്പോൾ പലതരത്തിലുള്ള എത്രയോ ടെററിസ്റ്റ് ഓർഗനൈസേഷനുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്കെല്ലാം നിർണായകമായ സ്വാധീനമുള്ള പ്രദേശങ്ങളാണ് അവിടെയുള്ളത്. മാത്രമല്ല അമേരിക്കൻ അധിനിവേശം ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ആ രാജ്യത്തിൻ്റെ സൈനിക സംവിധാനത്തെയും പോലീസ് സംവിധാനത്തെയും ഒക്കെ പരിപൂർണമായി തകർത്തു. എന്നാൽ മറ്റൊന്ന് ബിൽഡ് ചെയ്ത് ഒരു ശക്തമായ രാഷ്ട്രത്തിന് വേണ്ടുന്ന സൈന്യത്തെയോ പോരാട്ട സംഘത്തെയോ അതല്ലെങ്കിൽ ഇൻ്റലിജൻസ് സംവിധാനത്തെയോ ഒന്നും രൂപപ്പെടുത്തിയിട്ടല്ല അമേരിക്ക അവിടുന്ന് പിൻവാങ്ങുന്നത്. ആ രാജ്യത്തിൻ്റെ ഇറാഖിന് അതിശക്തമായൊരു സൈന്യം സദ്ദാം ഹുസൈൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്നു. ആ സൈന്യത്തെ കംപ്ലീറ്റ് ലിക്വിഡേറ്റ് ചെയ്ത് എന്നാൽ പകരം ഒരു സംവിധാനം ഉണ്ടാക്കാതെ അമേരിക്ക അവിടുന്ന് ഏകപക്ഷീയമായി അമേരിക്ക പിൻവാങ്ങി. എന്നാൽ
മാറി വന്ന സാഹചര്യത്തിൽ ഏറെക്കുറെ നിരവധി പോരാട്ട സംഘങ്ങളുടെ വിളനിലമായി മാറിയ ഇറാഖിനെ പരസ്പരം കൂട്ടി യോജിപ്പിച്ച് നിർത്താൻ പറ്റുന്ന സൈനിക ശേഷി ഇന്നില്ല. മാത്രമല്ല അസാമാന്യമായ നേതൃത്വ പാഠവും ആവശ്യമാണ്. കാരണം ഏകദേശം 80% ഇൻ്റഗ്രേറ്റഡ് അല്ലാത്ത ഒരു രാജ്യമാണ് ഇറാഖ്. ഒരു അഖണ്ഡ രാഷ്ട്രം എന്നതിന് പറയാൻ പറ്റില്ല. അതിൻ്റെ ഇൻ്റഗ്രേഷൻ ഏറെക്കുറെ ഇല്ല എന്ന് തന്നെ പറയാം. ഈ പ്രബല ശക്തികൾ, പ്രത്യേകിച്ച് ഷിയാക്കൾ സുന്നികൾ തമ്മിലുള്ള സംഘർഷവും അതുപോലെ കുർദുകളെ സ്വതന്ത്രമായ നിലനിൽപ്പും ഈ വിഭാഗങ്ങളെ കൂട്ടിച്ചേർക്കാനുള്ള ഐഡിയോളജിയുടെ അഭാവം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ഈ സംഘം ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ടി പി ശ്രീനിവാസൻ, ഇവിടെ ശ്രീ പി ജെ വിൻസെന്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആവർത്തിച്ച് അടിക്കടി ഉണ്ടാകുന്ന ആഭ്യന്തര കലാപങ്ങൾ കൊണ്ട് താറുമാറായ ഒരു രാജ്യത്തിൽ അധിനിവേശം നടത്തിയ ശേഷം ഒരു സമാന്തരമായ സുശക്തമായ ഒരു സംവിധാനം, ഒരു ഭരണ സംവിധാനം കൊണ്ടുവരുന്നതിന് മുൻപേ പിൻവാങ്ങുകയും അമേരിക്കയാൽ അവരോധിക്കപ്പെട്ട ഒരു ഭരണകൂടം ഇപ്പോൾ അപകടത്തിലാകുന്ന ഒരു സാഹചര്യത്തിൽ അമേരിക്കയുടെ സഹായം അഭ്യർത്ഥിക്കുമ്പോൾ കാത്തിരുന്ന് നടപടി സ്വീകരിക്കാൻ, നിലപാടെടുക്കാം എന്ന സ്വഭാവത്തിലാണ് അമേരിക്ക ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. അതേസമയം ഈ വിഷയത്തിൽ അമേരിക്കയ്ക്ക് ഒരു ഇരട്ടത്താപ്പുണ്ടോ എന്ന് സംശയം തോന്നും നമുക്ക് അവരുടെ ചില നിലപാടുകൾ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ. ഉദാഹരണത്തിന് അമേരിക്കയുടെ ഉറ്റ ചങ്ങാതിയായ സൗദി അറേബ്യ ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് ISIL-ന് അനുകൂലമായ രീതിയിലാണ്. അതേസമയം ഇറാനും അമേരിക്കയും ഇവിടെ ഒന്നായി മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പുതിയ പവർ ഇക്വേഷൻസ് രൂപപ്പെടുന്നതിൻ്റെ സൂചനയായി ഇതിനെ താങ്കൾ കാണുന്നുണ്ടോ? അമേരിക്കയുടെ അവസരവാദപരവും ഇരട്ടത്താപ്പുമായ നയങ്ങളുടെ പ്രത്യക്ഷമായ ഒരു ഉദാഹരണമായി ഇറാഖിലെ ഇടപെടൽ മാറുന്നില്ലേ? അത് തീർച്ചയായും അമേരിക്ക ഇറാഖ് വിട്ടുപോയപ്പോൾ ഇറാഖിനെ ശക്തമാക്കുക അല്ലായിരുന്നുവല്ലോ അവരുടെ ലക്ഷ്യം. അവരെ സംബന്ധിച്ചിടത്തോളം സദ്ദാം ഹുസൈൻ്റെ തിരോധാനത്തോടുകൂടി സാധിച്ചു കഴിഞ്ഞു എന്നൊരു മട്ടായിരുന്നു. പിന്നെ വളരെ നിർബന്ധിച്ചൊക്കെയാണ് അവരെ കഴിഞ്ഞുകൂടിയതും. അത് കഴിഞ്ഞ് അവർ വിട്ടുപോയപ്പോൾ മുഴുവനായിട്ട് വിട്ടുപോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇനിയിപ്പോൾ അമേരിക്കയുടെ എന്താ താല്പര്യങ്ങൾ എന്നവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇനി അവർക്ക് നേടാനുള്ളത്? ഇപ്പോൾ ഈ എണ്ണയുടെ കാര്യത്തിൽ പോലും ഓയിലിൻ്റെ കാര്യത്തിൽ പോലും ഈ രാജ്യങ്ങളുമായിട്ടുള്ള ഡിപ്പെൻഡൻസ് അമേരിക്ക കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടുത്ത കുറച്ച് വർഷം കഴിയുമ്പോൾ അമേരിക്കയ്ക്ക് അതിൻ്റെ ആവശ്യം തന്നെ ഇല്ല എന്ന് വരും. അപ്പോൾ മിഡിൽ ഈസ്റ്റ് പൊതുവെ അമേരിക്കയുടെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമെന്നതിന് മാറിയിട്ട് അമേരിക്ക വളരെ ചെറിയ താല്പര്യങ്ങളുള്ള ഒരു ഭാഗമായി മാറിയിരിക്കുകയാണെന്നുള്ളതാണ് ഒന്ന്. ആദ്യം തന്നെ നമുക്കറിയാമായിരുന്നല്ലോ സദ്ദാം ഹുസൈൻ പോയാൽ ഇറാഖ് 3ആയി വിഭജിക്കപ്പെടും എന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. ഇൻഫാക്ട് സീനിയർ ബുഷ് സദ്ദാം ഹുസൈനെ നശിപ്പിക്കാതിരുന്നത് തന്നെ അതാണ് കാരണം. 2 കാരണം. ഒന്ന്, ഇറാഖ് പലതായിട്ട് വിഭജിച്ചു പോകുമെന്നുള്ളൊരു ഭയം. രണ്ടാമത്, ഇറാൻ്റെ പ്രാധാന്യം വളരെയധികം കൂടും എന്നുള്ളതും. അപ്പം കൂഡ്സ് ഒരു വശത്ത്, സുന്നീസ് നടുക്ക്, ഷിയായിറ്റ്സ് സാധാരണ ഏരിയയിൽ ഇറാനുമായിട്ടുള്ള അടുത്ത ഭാഗങ്ങളിൽ എന്ന് വിചാരിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു വിഭജനം ഉണ്ടാകും എന്ന് ഭയന്നിട്ട് തന്നെയാണ് സീനിയർ ബുഷ് സദ്ദാം ഹുസൈനെ വധിക്കാൻ ശ്രമിക്കാതിരുന്നത്. അപ്പോൾ അത് വരും, ഇന്നല്ലെങ്കിൽ നാളെ വരും എന്ന് തീർച്ചയായിരുന്നു. അപ്പോൾ സിറിയയിലെ ആഭ്യന്തര യുദ്ധത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിഫ്ലക്ഷനായിട്ടാണ് ഇപ്പോഴുള്ള ഈ ആക്രമണം വരുന്നത്. പക്ഷേ ഇതിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം, ഇപ്പോൾ ഷിയായിറ്റ്സും ഇദ്ദേഹം മാലിക്കി ഷിയായിറ്റ് ആയതുകൊണ്ട് സുന്നികളാണ് യുദ്ധം ചെയ്യുന്നത്. പക്ഷേ ഈ ഭാഗം, ബാഗ്ദാദ് ഭാഗം അവരുടേതാണ് യഥാർത്ഥത്തിൽ. ഒരു ഡിവിഷൻ ഉണ്ടായാൽ ബാഗ്ദാദിൽ വരേണ്ടത് സുന്നികൾ തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അവരെത്ര ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ പറയുന്നത് അവർ ബോംബ് ചെയ്യാൻ തയ്യാറായേക്കും, പക്ഷേ അമേരിക്കൻ സൈന്യങ്ങളെ ഇറാഖിലേക്ക് ഗ്രൗണ്ടിൽ ബൂട്ട്സ് ഓൺ ദ ഗ്രൗണ്ട് വേണ്ടി വരികയില്ല, അത് ചെയ്യാൻ അവർ തയ്യാറും അല്ല എന്ന് കാണുന്നത്. അപ്പോൾ അമേരിക്ക ഇതിൽ വളരെ ഒരു വലിയ താല്പര്യമെടുത്ത് ഒരു ഡു ഓർ ഡൈ യുദ്ധത്തിന് പോവുകയില്ല. അൽമാലിക്ക് അവരുണ്ടാക്കിയ ഒരു നേതാവായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന അനുസരിച്ച് ബോംബിംഗ് നടത്തിയെന്ന് വരാം. പക്ഷേ ബോംബിംഗ് നടത്തിയതുകൊണ്ട് മാത്രം ഈ ആക്രമണം നിർത്താൻ സാധ്യമല്ല. ഇറാഖി യുദ്ധം നടത്തണം. അത് ഫ്രാൻസിസ് പറഞ്ഞ പോലെ ഇറാഖികൾക്ക് ഇപ്പോൾ യുദ്ധം ചെയ്യാനുള്ള അതിനുള്ള കഴിവോ അതിനുള്ള എക്യുപ്മെൻറ്റോ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇറാഖി ഭടന്മാർ മാത്രമായിട്ട് ഇവരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഇറാഖിൻ്റെ വിഭജനത്തിൻ്റെ ഒരു ഭാഗമായി ബൗണ്ടറീസ് മാറുന്ന ഒരു സ്റ്റേജിലേക്കാണ് ഈ ഇറാഖിലെ കോൺഫ്ലിക്റ്റ് പോകുന്നതെന്നാണ് നമുക്ക് സംശയം.